എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ നമ്മുടെ +2 മാത്തമാറ്റിക്സ് 2024 പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 100% ഷുവറായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മെട്രിസസിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ചോദ്യം ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിലെയാണ്. ആപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്, അതിൽ സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്, ഡിറ്റർമിനൻസിൽ നിന്ന് ചോദിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻ ആണ്. അടിപൊളിയായിട്ട് പഠിക്കേണ്ട സാധനമാണ്. ഇതേപോലെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ തരും. ഒറ്റയടിക്ക് ഒരു 6 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്ത് പഠിക്കുക. എല്ലാവരും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ 100% പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. വളരെ സ്കോറിംഗ് ആയിട്ടുള്ള നല്ലൊരു ശതമാനം മാർക്ക് നേടാൻ സഹായിക്കുന്നു. അതായത് നമ്മുടെ മുഴുവൻ മാർക്കിലെ 6 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് പെർസെൻറ്റേജ്. അത്രയിൽ ഒരു 3-4 ക്വസ്റ്റ്യൻ കിട്ടിയാൽ പാസ് മാർക്കിന് മേളിൽ പോയില്ലേ. സോ അതുകൊണ്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചിരിക്കും. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. 3 ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ജോലി, നല്ല പണിയെടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് കുറേ ട്രിക്കും ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഏറ്റവും സ്റ്റെപ്പ് ചുരുക്കി പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ട ജോലി കോയിഫിഷ്യൻ മെട്രിക്സ് എ എഴുതുക എന്നുള്ളതാണ്. എ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ മെട്രിക്സ് ആണ്. ഈ കാണുന്ന എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കൂടെ നിൽക്കുന്ന സംഖ്യകൾ കോയിഫിഷ്യൻസ്, അവന്മാരെ ഉപയോഗിച്ച് കോയിഫിഷ്യൻ മെട്രിക്സ് എ കൺസ്ട്രക്ട് ചെയ്യുക. 2 വൈയുടെ കോയിഫിഷ്യൻ്റ് -3, ഇസഡിൻ്റെ കോയിഫിഷ്യൻ്റ് 5. ഓക്കെ, ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 3, വൈയുടെ കോയിഫിഷ്യൻ്റ് 2, ഇസഡിൻ്റെ കോയിഫിഷ്യൻ്റ് -4. ഓക്കെ, ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 1, വൈയുടെ കോയിഫിഷ്യൻ്റ് 1, ഇസഡിൻ്റെ കോയിഫിഷ്യൻ്റ് -2. സംഭവം സെറ്റാണേ. എന്ത് കൺസ്ട്രക്ട് ചെയ്തു നമ്മളിപ്പം? കോഎഫിഷ്യന്റ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. ഇനി അടുത്ത കോൺസ്റ്റന്റ് ആയിട്ടുള്ള മെട്രിക്സ് ബി മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വലതുവശത്ത് കാണുന്ന സംഖ്യകൾ 11, -5, -3 അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. 11, -5, -3. ഇപ്പോൾ ബി മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഒരു മെട്രിക്സ് കൂടെ ഉണ്ട്, വേരിയബിൾ മെട്രിക്സ് എക്സ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. എക്സ്, വൈ, ഇസഡ് അൺനോൺ വേരിയബിൾസ് അടങ്ങുന്ന മെട്രിക്സ്. നമുക്കറിയാത്ത 3 പേരാണ് ഇവിടെ ഉള്ള എക്സും വൈയും ഇസഡും. ഓക്കെ, ഫസ്റ്റ് ജോലി നമുക്കറിയാം. ഈ എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. എക്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എ ഇൻവേഴ്സ് ബി എന്നുള്ള ഇക്വേഷൻ ആണ്. ഈ 3 മെട്രിക്സുകളും ഈ ഇക്വേഷനും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മാർക്ക് എങ്ങനെ പോയാലും ഉറപ്പായിട്ടും കിട്ടും. ഇതാണ് ഇതിൻ്റെ കീ ഇക്വേഷൻ. അത് എഴുതി ബോക്സ് ചെയ്തിടണം. എങ്ങാനും വല്ല മിസ്റ്റേക്കും വന്നാൽ ഈ ഇക്വേഷൻസിൻ്റെയെങ്കിലും മാർക്ക് നമുക്ക് കോട്ടം തട്ടാതെ ഇങ്ങ് കിട്ടും. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. നോക്കിക്കേ, എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അത് കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് പരിപാടി. അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് എ ഇൻവേഴ്സ്. അപ്പം ഈ എ ഇൻവേഴ്സിന് ഉണ്ടാവണമെങ്കിൽ ഈ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ, അല്ലെ, ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ ഇൻവേഴ്സിന് നിലനിൽപ്പില്ല. അപ്പൊ ഡിനോമിനേറ്റർ 0 അല്ലാൻ തെളിയിക്കുന്നതാണ് ആദ്യത്തെ ജോലി. 0 ആണെങ്കിൽ രക്ഷപ്പെട്ട് 0 ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് ഇൻകൺസിസ്റ്റന്റ് എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്താൽ മതി. ഇൻകൺസിസ്റ്റന്റ് എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ 0 അല്ല. ഇത് നല്ല പക്ക 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അത് കേട്ടോ. അപ്പോൾ മാർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ ഒന്ന് കണ്ടുപിടിച്ചേ. ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കുമ്പോൾ എന്താണ് വരിക? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. 2 × 2 ഉള്ള റോയും 2 ഉള്ള കോളവും അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ബാക്കി ഈ കാണുന്ന 4 പേരുടെ ഡിറ്റർമിനന്റ് 2 × -2 -4 -1 × -4 -4. രണ്ടാമത് കാണുന്ന ആള് -3, അതിന്റെ സൈൻ മാറ്റി +3 ആക്കണം. എന്നിട്ട് അതുള്ള റോയും അതുള്ള കോളവും കളഞ്ഞുകൊണ്ട് ബാക്കി 3 × -2 -6 -1 × -4 -4. മൂന്നാമത് കാണുന്ന ആള് 5 അല്ലെ, 5 × ആ 5 ഉള്ള റോയും കോളവും കളഞ്ഞുകൊണ്ട് ബാക്കി 3 × 1 3 -1 × 2 2. ഓക്കെ ആണല്ലോ. പെട്ടെന്ന് പറഞ്ഞേ. 2 × -4, 2 മൈനസുകൾ ചേർന്ന് +4, +3 × -6, 2 മൈനസുകൾ ചേർന്ന് +4, 5 × 3 ന്ന് 2 കുറച്ച് 1. ഓക്കെ, -4 +4 ക്യാൻസൽ. അപ്പോൾ ഈ കാണുന്ന ആള് 0 ആയിപ്പോയി. ബാക്കി 3 × -6 +4 വ്യത്യാസം. 6 ന്ന് 4 കുറച്ച് 2, വലുത് 6, ചിഹ്നം -6ന്റെ കൂടെ 4 കൂട്ടി -2 +5 × 1 എന്ന് പറഞ്ഞാൽ 5.
ഇതെന്താണോ വരുന്നത്? 3 ഗുണം -2 -6 ശരിയാണല്ലോ. +5 -6ൻ്റെ കൂടെ 5 കൂട്ടി -1. സോ ഡിറ്റർമിനന്റ് -1 ആണ്. അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാം. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. ഓക്കെ, യുണീക്ക് സൊല്യൂഷൻ ആയതുകൊണ്ട് ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ജോലി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. അതിനകത്ത് ഡിറ്റർമിനന്റ് ഓഫ് എയുടെ പാർട്ട് ക്ലിയർ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നതാണ് ജോലി. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. മെട്രിക്സ് കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം നോക്കാം. സോ അപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ളതാണ്. എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് എ ഇൻവേഴ്സ്. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് -1 അല്ലേ. ഇനി നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ അടുത്ത ജോലി. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എ മെട്രിക്സ് അതേപോലെ അങ്ങോട്ട് നോക്കി എഴുതുക. എന്താണ് എ മെട്രിക്സ്? 2 -3 5 3 2 -4 1 1 -2. എ മെട്രിക്സ് അതേപോലെ നോക്കി എഴുതി. ഇനി ചെയ്യേണ്ട സാധനം ഇതാണ്. ഈ കാണുന്ന ഫസ്റ്റ് കോളം ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുക. 2 3 1. ഈ രണ്ടാമത്തെ കോളം റിപ്പീറ്റ് ചെയ്യുക. -3 2 1. ഓക്കെ ആണല്ലോ. ഇനി ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് റോ താഴോട്ട് റിപ്പീറ്റ് ചെയ്യുക. 2 -3 5 2 -3. ഇനി സെക്കൻഡ് റോ താഴോട്ട് റിപ്പീറ്റ് ചെയ്യുക. 3 2 -4 3 2. ഓക്കെ ആണല്ലോ. ഇത് എഴുതിയതിന് ശേഷം ഈ ഫസ്റ്റ് റോയും അങ്ങ് കളയുക, ഫസ്റ്റ് കോളവും അങ്ങ് കളയുക. ഇനിയിപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ അഡ്ജോയിന്റ് ഓഫ് എ എഴുതാം. അഡ്ജോയിന്റ് ഓഫ് എ ഈക്വൽ ടു എങ്ങനെയാണെന്ന് നോക്കിക്കോണേ. വേണ്ട. ഇനി യുവന്മാരുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് പോയാൽ മതി. ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് കോളം വൈസും ആൻസർ എഴുതി പോകുന്നത് റോ വൈസും ആണ്. ശ്രദ്ധിച്ചോണേ. ഇവിടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച 2 ഗുണം -2 -4 മൈനസ് 1 ഗുണം -4 -4 -4 +4 വരും അല്ലെ. -4 +4 എന്തുവാ? 0. അത് കഴിഞ്ഞു. ഇനി അടുത്ത 1 ഗുണം 5 5 -3 ഗുണം -2 പറഞ്ഞേടാ. -3 ഗുണം -2 +6 അല്ലെ. +6 5 6 കുറച്ച് -1. ഓക്കെ ആണല്ലോ. അത് റോയിലാണ് ആൻസർ എഴുതുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് കോളത്തിലും ആൻസർ എഴുതുന്ന റോയിലും. അത് തെറ്റിക്കല്ലേ കേട്ടോ. ഇനി അടുത്ത പറഞ്ഞേ. -3 ഗുണം -4 എത്ര? +12 -2 ഗുണം 5 10 ശരിയല്ലേ. 2 ഗുണം 5 10. 12 നിന്ന് 10 കുറച്ച് 2. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ഐഡിയ ഏകദേശം എല്ലാവർക്കും കിട്ടിക്കാണും. അടുത്ത -4 ഗുണം 1 -4 -2 ഗുണം 3 എത്രടാ? -6. അപ്പോൾ -4 +6 6 4 കുറച്ച് 2. ഓക്കെ ആണല്ലോ. ഇനി -2 ഗുണം 2 -4 -5 ഗുണം 1 5 -4 -5 -9 അല്ലെ. 5 4 9 -9. അടുത്ത 3 ഗുണം 5 15 -2 ഗുണം -4 -8. അപ്പോൾ 15 2 മൈനസുകൾ ചേർന്ന് +8. ഓക്കെ ആണല്ലോ. സോ 24. 15 8 24. സംഭവം സെറ്റല്ലേ? സോറി 15 8 എത്രയുടെ 21 അല്ലേ. 23 അല്ലെ. 23 വരുന്നുള്ളൂ. 23 ആണേ. 15 8 23. ഓക്കെ. അടുത്ത നോക്കാം. 3 ഗുണം 1 3 -1 ഗുണം 2 2. 3 നിന്ന് 2 കുറച്ച് 1. ഇനി പെട്ടെന്ന് ചെയ്യാലോ. 1 ഗുണം -3 -3 -1 ഗുണം 2 2 -3 -2 -5. അടുത്ത 2 ഗുണം 2 4 -3 ഗുണം -3 -9. 4 2 മൈനസുകൾ ചേർന്ന് +9 9 4 13.
സെറ്റാണല്ലോ. ഇതാണ് നമ്മുടെ അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജോയിന്റ് ഓഫ് എ എന്താണ്? 0 -1 2, 2 - 9 23, 1 - 5 13. ഓക്കെ, അഡ്ജോയിന്റ് ഓഫ് എ കറക്റ്റായിട്ട് മനസ്സിലായി. ഈ അഡ്ജോയിന്റ് ഓഫ് എയെ ഡിറ്റർമിനന്റ് ഓഫ് എ കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? എ ഇൻവേഴ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. അഡ്ജോയിന്റ് ഓഫ് എയുടെ സ്ഥാനത്തോട്ട് ഈ വാല്യൂ കൊടുക്കണം, ഡിറ്റർമിനന്റ് ഓഫ് എയുടെ സ്ഥാനത്തോട്ട് -1 കൊടുക്കണം. ഓക്കെ, കൊടുത്തു നോക്കാം. സോ അപ്പോൾ എന്താ വരുന്നത്? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിന്റ് എയുടെ സ്ഥാനത്തോട്ട് ഈ വാല്യൂ അങ്ങോട്ട് കൊടുക്കുക. എന്താണ്? 0 - 1 2, 2 - 9 23, 1 - 5 13. സോ ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എയുടെ സ്ഥാനത്തോട്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുമായിരുന്നു -1 അല്ലേ? -1 ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചാണ്. ഡിറ്റർമിനന്റ് ഓഫ് എയുടെ സ്ഥാനത്തോട്ട് -1 കൊടുക്കുക. അപ്പോൾ ഓരോ എലമെന്റിനെയും -1 കൊണ്ട് ഹരിച്ചെഴുതണം അല്ലേ? 0 ഡിവൈഡഡ് ബൈ -1 0, -1 ബൈ -1 1, 2 ബൈ -1 -2, 2 ബൈ -1 -2, -9 ബൈ -1 9, 23 ബൈ -1 -23, 1 ബൈ -1 -1, -5 ബൈ -1 +5, 13 ബൈ -1 -13. ഇതാണ് എ ഇൻവേഴ്സ്. ഓക്കെ, ഇനി എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സിന്റെ സ്ഥാനത്തോട്ട് ഈ ഉത്തരം കൊടുക്കുക. 0 1 -2 -2 9 -23 -1 5 -13 ഇൻറ്റു ബിയുടെ സ്ഥാനത്തോട്ട്. ശ്രദ്ധിക്കണേ, ബിയുടെ സ്ഥാനത്ത് ആദ്യം എഴുതി വെച്ച ഈ കാണുന്ന കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ് നമ്മുടെ ബി എന്ന് പറഞ്ഞാൽ. ബി എന്തായിരുന്നു? 11 -5 -3. ബിയുടെ സ്ഥാനത്തോട്ട് എന്ത് കൊടുക്കണം? 11 -5 -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് റോ വൈസ് തിരിക്കുന്നു. ഇവിടെ തിരിക്കാൻ വേറെ കോളമൊന്നുമില്ല അല്ലേ? മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞേ എന്ത് വരും? 0 × 11 0 പ്ലസ് 1 × -5 -5 പ്ലസ് -2 × -3 6. ഓക്കെ, -2 × 11 -22 പ്ലസ് 9 × -5 -45 പ്ലസ് -23 × -3. അപ്പോൾ അത് പ്ലസ് ആവും. 3 9 26 പ്ലസ് 69. അടുത്ത പറഞ്ഞേ -1 × 11 -11 പ്ലസ് 5 × -5 -25 പ്ലസ് -13 × -3 പ്ലസ് 39. ശരിയാണല്ലോ? സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? XYZ ആണ്, അൺനോൺ വേരിയബിൾസ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ആകുവാണ്. XYZ ഇസ് ഈക്വൽ ടു എന്ത് വരും? 6 ൽ നിന്ന് 5 കുറച്ച് 1. ഓക്കെ, ഇനി നോക്കിക്കേ, 22 45 കൂടെ കൂട്ടണം. 5 2 7, 4 2 6. അപ്പം രണ്ടിടക്കും മൈനസ് ഉള്ളത് കൊണ്ട് -67 ആണ് ആൻസർ വരുന്നത്. ഇനി 69 നിന്ന് 67 കുറയ്ക്കണം. 69 നിന്ന് 67 കുറച്ച് 2 ആണ് ആൻസർ വരുന്നത്. 2. ഇനി അടുത്ത് നോക്കിക്കേ, 25 11 കൂടെ കൂട്ടണം. 25 11 കൂടെ കൂട്ടി 36. രണ്ടു പേർക്ക് മൈനസ് ഉള്ളതുകൊണ്ട് ഇവിടെ മൈനസ് വരും. 39 നിന്ന് 36 കുറച്ച് 3 ആണ് ആൻസർ വരുന്നത്. എടാ ഇതൊക്കെ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി കേട്ടോ, കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതിയേ. സോ 3 കിട്ടും. സംഭവം സെറ്റായില്ലേ? ഇനിയിപ്പോൾ എക്സും വൈ ഇസഡും അന്വേഷിച്ചങ്ങ് പോകണ്ടല്ലോ. എക്സ് ഇസ് ഈക്വൽ ടു ഇക്വാലിറ്റി ഓഫ് 2 മെട്രിക്സസ് അനുസരിച്ച് 2 മെട്രിക്സുകൾ സെയിം ആവണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ സെയിം ആയിരിക്കണം. എക്സ് ഇസ് ഈക്വൽ ടു 1 കിട്ടും, വൈ ഇസ് ഈക്വൽ ടു 2 കിട്ടും, ഇസഡ് ഇസ് ഈക്വൽ ടു 3 കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2, ഇസഡ് ഇസ് ഈക്വൽ ടു 3. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം എങ്ങനെ അഡ്ജോയിൻ്റ് എളുപ്പം കണ്ടുപിടിക്കാം, എങ്ങനെ ഇൻവേഴ്സ് എളുപ്പം കണ്ടുപിടിക്കാം, എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ചെയ്തെടുക്കുന്നതിനാണ് ഒരു 6 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഉറപ്പായിട്ടും ഈ ചോദ്യത്തിൻ്റെ മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. Until then, tata, bye bye, see you.